യാഗാരംഭേ ആഗതനായി മാധവനും രാജസൂയ യാഗാരംഭേ ആഗതനായി മാധവനും രാജസൂയ യാഗാരംഭേ ആഗതനായി മാധവനും ആയതിൽ സന്തുഷ്ടനായി ധർമ്മപുത്രരും സർവരും ആയതിൽ സന്തുഷ്ടനായി ധർമ്മപുത്രരും സർവരും യാഗശാലയീതലങ്കൃതമായി രാജസൂയത്തിനായശ്വങ്ങളും യാഗശാലയീതലങ്കൃതമായി രാജസൂയത്തിനായശ്വങ്ങളും രാജവീഥികൾ താണ്ടി രാജ്യം നേടി ജയം വരിച്ചതും രാജവീഥികൾ താണ്ടി രാജ്യം നേടി ജയം വരിച്ചതും സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന നരകത്തിലെ നദിയുടെ പേര്. ഓപ്ഷൻ ഇതാണ്: എ സരസ്വതി, ബി മന്ദാകിനി, സി വൈതരണി, ഡി മോക്ഷദായിനി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വൈതരണി. വൈതരണി ആൾക്കാണോ ഉറപ്പ്? അല്ലേ? ഞാൻ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. സി വൈതരണി. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭരതൻ പിതാവിന്റെ മരണവാർത്ത അറിയിച്ചപ്പോൾ വനത്തിൽ രാമലക്ഷ്മണന്മാർ പിതൃപിണ്ഡം സമർപ്പിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ്? ഓപ്ഷൻ എ എള്ളും അരിയും, ബി ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്കുകൾ, ഓപ്ഷൻ സി ഗോതമ്പും ചോളവും, ഡി തിനയും അരിയും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഓപ്ഷൻ എ എള്ളും അരിയും. ഓപ്ഷൻ എ എള്ളും അരിയും. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്? ആ. ഓപ്ഷൻ എ എള്ളും അരിയും. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ? സാരമില്ല, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എക്ക് കൈമാറുകയാണ്. ഭരതൻ പിതാവിന്റെ മരണവാർത്ത അറിയിച്ചപ്പോൾ വനത്തിൽ രാമലക്ഷ്മണന്മാർ പിതൃപിണ്ഡം സമർപ്പിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ്? ബി. ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്കുകൾ. സി. ഗോതമ്പും ചോളവും. ഡി. തിനയും അരിയും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്ക്. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി. ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്കുകൾ. അതെന്താന്നറിയോ? ഉടൽക്കുരു ഇൻകുതി എന്ന് പറയും. അത് കാട്ടിലുള്ളവരെ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ഗോപാലകൃഷ്ണൻ സർ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവ ച നമസ്വധാयै സ്വാഹാयै നിത്യമേവ നമോ നമഃ. തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയെ. തിലോദകം എള്ളും അരിയുമാണ് വേണ്ടത്. അത് ചിന്തിച്ചിട്ട് അവർ പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ഒരാൾക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കേൾക്കാത്ത ഉത്തരം നിങ്ങൾ പറഞ്ഞതിന് കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. അപ്പൊ നിങ്ങൾ നേടിയിരിക്കുന്നത് 1 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് തന്നെയാണ്. ശ്രീരാമൻ ഭരതനോട് പറയുന്നു, എപ്പോഴും നമ്മോട് കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും അതാണ്. ജരാനരകൾ ബാധിച്ച മനുഷ്യ ശരീരം ചായുന്നത് അതിലാണ്. ഏതിൽ? എ. ഈശ്വരനിൽ. ബി. മരണത്തിൽ. സി. ജീവിതത്തിൽ. ഡി. ഭൂമിയിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തിലാണ് മോളോ? ബി മരണത്തിൽ. ബി മരണത്തിൽ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ബി മരണത്തിൽ. ഈശ്വരനിൽ ചെയ്യാറില്ലേ? അപ്പൊ സംശയമുണ്ടല്ലേ? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് വീണ്ടും 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. ദശരഥൻ അമ്പെയ്തു കൊന്ന മുനികുമാരന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചു? എ. അവർ അയോധ്യയിലേക്ക് പോന്നു. ബി. മകന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി. സി. അവർ ആശ്രമത്തിൽ മടങ്ങിയെത്തി. ഡി. അവരെയും ദശരഥൻ അമ്പെയ്തു കൊന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അറിയില്ലെങ്കിൽ രാമായണത്തെ പറ്റി അറിയുന്ന മുത്തശ്ശിയോട് ചോദിക്കാം. ഓക്കെ? ബി. ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, മകന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി. ആണോ? ലോക്ക് ചെയ്യാണ് നമ്മൾ. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ ബി, മകന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോട്. ക്വസ്റ്റ്യൻ ഇതാണ്. പലവൂരു ക്ഷണിച്ചിട്ടും വനവാസം ഉപേക്ഷിച്ചു മടങ്ങാൻ തയ്യാറാകാതിരുന്ന രാമനു മുന്നിൽ ഭരതൻ പ്രഖ്യാപിക്കുന്ന സമരമുറ എന്താണ്? എ. പ്രായോപവേശം. ബി. ദർപ്പോപവേശം. സി. അഗ്നിപ്രവേശം. ഡി. ജലസമാധി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി അഗ്നിപ്രവേശം. ഓപ്ഷൻ സി അഗ്നിപ്രവേശം. ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ സി അഗ്നിപ്രവേശം. വിശ്വാസമുണ്ടോ ശരിയാണെന്ന്? നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സാരമല്ല, നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൈമാറാം. ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ അതാണ്. പലവൂരു ക്ഷണിച്ചിട്ടും വനവാസം ഉപേക്ഷിച്ച് മടങ്ങാൻ തയ്യാറാകാതിരുന്ന രാമനു മുന്നിൽ ഭരതൻ പ്രഖ്യാപിക്കുന്ന സമരമുറ എന്താണ്? എ. പ്രായോപവേശം. ബി. ദർഭോപവേശം. ഡി. ജലസമാധി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശനെ വിളിക്കുക. നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഹലോ. പറയൂ. സർ, ഇത് ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ചോദിച്ചോളൂ.
പലവരു ക്ഷണിച്ചിട്ടും വനവാസം ഉപേക്ഷിച്ചും മടങ്ങാൻ തയ്യാറാകാതിരുന്ന രാമന് മുന്നിൽ ഭരതൻ പ്രഖ്യാപിക്കുന്ന സമരമുറ എന്താണ്? എ. പ്രായോപ്രവേശം, ബി. ദർഭോപ്രവേശം, ഡി. ജലസമാധി. ദർഭപ്രവേശം അല്ലേ? ദർഭോപവേശം. ദർഭോപവേശം. അതെ, ഉപവേശം. മരണം വരെ കിടക്കുകയാണ്. ലോക്ക് ചെയ്യട്ടെ. ഉത്തരം ബി. ദർഭോപവേശം. നിങ്ങളുടെ മുത്തച്ഛൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ആരാണ് ശചി ദേവി? എ. ശുദ്ധിയുടെ ദേവത, ബി. യുക്തിയുടെ ദേവത, സി. ഇന്ദ്രപത്നി, ഡി. മേനകാപുത്രി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാണ് ശചി ദേവി? ശുദ്ധിയുടെ ദേവത. ഓപ്ഷൻ എ ശുദ്ധിയുടെ ദേവത. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ശുദ്ധിയുടെ ദേവത. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് കുണു പറഞ്ഞത്? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എനിക്ക് അപ്പോഴേ തോന്നി കുണു പറഞ്ഞപ്പം. സോ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ടീം എക്ക് കൈമാറുകയാണ്. സെയിം ക്വസ്റ്റ്യൻ. ആരാണ് ശചി ദേവി? ബി. യുക്തിയുടെ ദേവത, സി. ഇന്ദ്രപത്നി, ഡി. മേനകാപുത്രി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി. യുക്തിയുടെ ദേവത. ബി. യുക്തിയുടെ ദേവത. കണ്ണ് ചെറുതാക്കിയ എന്താ അതിന്റെ അർത്ഥം? ഞാൻ നോക്ക് ചെയ്യണമെന്നാണോ വേണ്ടെന്നാണോ? വേണോ? ബി. യുക്തിയുടെ ദേവത. നിങ്ങൾ ഗസ് ചെയ്തത് തെറ്റാണോ? ശ്രീകുമാർ സർ. ഇന്ദ്രപത്നി ആണ് ശചീദേവി. സ്വർണവർണ്ണ നിറമാർന്ന പുള്ളിമാനെ, നീ എവിടെയാണ്? മറഞ്ഞു പൊളിഞ്ഞും കളിക്കുന്ന നീ ആരാണ്? പറയൂ മാനെ, പുള്ളിമാനെ. ഇനി നിന്നെ ശരം കൊണ്ട് മാത്രമേ പിടിക്കാൻ കഴിയൂ. ലക്ഷ്മണ, ലക്ഷ്മണ. ആ മാൻ ഒരു പുള്ളിമാനല്ലായിരുന്നു. അത് മാരീചൻ എന്ന രാക്ഷസന്റെ മായാതന്ത്രമായിരുന്നു. ആ സമയത്താണ് അത് നടന്നത്. രാവണന്റെ അപഹരിക്കൽ, നാണമില്ലാത്തവന്റെ നാരി അപഹരണം. ഓ, എന്തൊരവസ്ഥ! അയോധ്യ രാജധാനിയിലെ ബാല്യം മാത്രമായിരുന്നു മനസ്സിനൊരു സന്തോഷം. സന്തോഷം നൽകിയ നാളുകൾ കഴിഞ്ഞ് യുവരാജാവായി വാഴുന്നത് മുതലാണ് ഈ ദുരവസ്ഥ. സഹിച്ചു സഹിച്ചു, ഇനി വയ്യ. സരയൂ നദിയിലെ കുഞ്ഞോളങ്ങൾക്കിടയിലേക്ക് മാതാ കൗസല്യ, പിതാ ദശരഥന്റെ ആദ്യ ഭാര്യ. അവരിൽ ശാന്ത എന്ന പേരുള്ള ഒരു പെൺകുഞ്ഞ് പിറന്നു. അവളെ ലോമപാത രാജാവിന് ദത്ത് നൽകി. ശേഷം പിതാവിന് അപുത്രതാ ദുഃഖം അലട്ടി. അദ്ദേഹം പിന്നെയും 2 വിവാഹം കൂടി കഴിച്ചു. മൂവരിലും സന്താനങ്ങൾ ഉണ്ടായില്ല. പിന്നെ സഹോദരീപതി ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമിഷ്ടി യാഗം നടത്തി. അതിൽ നിന്ന് ഉയർന്നു വന്ന ദേവൻ നൽകിയ പായസപ്രസാദം മാതാ കൈകേയിക്കും മാതാ കൗസല്യയ്ക്കും നൽകി. അവരിരുവരും തങ്ങളുടെ പ്രസാദത്തിൽ പകുതി വീതം മാതാ സുമിത്രയ്ക്കും നൽകി. അങ്ങനെ മാതാ കൗസല്യയ്ക്ക് ഞാനും, മാതാ കൈകേയിക്ക് ഭരതനും,
മാതാ സുമിത്രയ്ക്ക് 2 മക്കൾ, ലക്ഷ്മണനും ശത്രുഘ്നനും. അങ്ങനെ ഞങ്ങൾ 4 പേരും വളർന്നു. പഠനവും ആയുധാഭ്യാസവും നടത്തി. ഞങ്ങൾ 4 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. എങ്കിലും ലക്ഷ്മണനാണ് എന്നോടേറെ അടുത്തത്. ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കടഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് വിശ്വതപസ്യായ മുനിശ്രേഷ്ഠൻ വിശ്വാമിത്രൻ രാജകൊട്ടാരത്തിലേക്ക് വന്നത്. ആദിത്യ സൽക്കാരം വലിയ മോടിയായി. പിതാവ് ദുഃഖിതനായി കാണപ്പെട്ടു. രാജഗുരു വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ മഹാമുനി വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായി കൊടും കാനനത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ തളർന്നിരുന്നപ്പോൾ അദ്ദേഹം വിശപ്പിനെയും ദാഹത്തിനെയും അതിജീവിക്കാനുള്ള ബല, അതിബല എന്ന മന്ത്രം ഉപദേശിച്ചു തന്നു. ശേഷം താടക എന്ന ക്രൂര രാക്ഷസിയെ വധിക്കുവാൻ വേണ്ടി ധാരാളം ദിവ്യ അസ്ത്രങ്ങളും ധനുർവിദ്യ പാഠങ്ങളും പഠിപ്പിച്ചു. ആ യാത്ര വളരെ അനുഭവങ്ങളുള്ളതായിരുന്നു. താടകയെ വധിച്ച് മോക്ഷപ്രാപ്തി നൽകിയതും അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതും പ്രിയ പത്നി സീതയെ വേട്ടതും എല്ലാം ആ യാത്രയുടെ നേട്ടങ്ങളായിരുന്നു. അയോധ്യ ആഘോഷമുഖരിതമായിരുന്നു. കൊടിത്തോരണങ്ങൾ അലങ്കൃതമായി. മേളക്കാരും കളിക്കാരും വീതിയിൽ അങ്ങിങ്ങായി തമ്പടിച്ചു. ഭരതനും ശത്രുഘ്നനും അങ്ങ് കേകയത്തായിരുന്നു. പെട്ടെന്നാണ് എല്ലാം കലങ്ങി മറിഞ്ഞത്. പിതാ ദശരഥൻ ദേവാസുര യുദ്ധത്തിൽ ശംബരാസുരനുമായി മായാവിദ്യയാൽ യുദ്ധം ചെയ്യുമ്പോൾ രഥചക്രചാവി അലയുകയും മാതാ കൈകേകി രഥചക്രം നേരെയാക്കി യുദ്ധത്തിൽ വിജയം നേടുന്നതിന് സഹായിക്കുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ പിതാവ് ഇഷ്ടമുള്ള ഒരു വരം നൽകാമെന്നേറ്റിരുന്നു. അന്നേരം മാതാ കൈകേകി ഒരു വരവും ആവശ്യപ്പെട്ടില്ല. നാളുകൾ ഏറെ കഴിഞ്ഞു. എന്നെ രാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അപ്പോൾ മാതാ കൈകേകി ആ വരം ചോദിച്ചു. ഭരതനെ രാജാവാക്കണം. എനിക്ക് 14 വർഷം വനവാസവും. ഞാൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു. പത്നി സീതയും ലക്ഷ്മണനും. പിന്നീട് അറിഞ്ഞു പിതാവ് ഹൃദയം പൊട്ടി മരിച്ചുവെന്ന്. എല്ലാം സഹിക്കാവുന്നതിലും അപ്പുറം. വനയാത്രക്കിടെ അഗസ്ത്യമുനിയെ കണ്ടു. അദ്ദേഹം തന്ന വൈഷ്ണവ ശാപവും ബാണങ്ങളും തുണീരവും എല്ലാം ജീവിതത്തിന് വളരെ പ്രയോജനപ്പെട്ടു. അദ്ദേഹം തന്ന ദിവ്യാഭരണം സീതയുടെ കണ്ടങ്ങൾക്ക് അലങ്കാരമാക്കി. വിരാതൻ എന്ന രാക്ഷസൻ പത്നി സീതയെ തോളിലേറ്റി ഓടിയതും അവനെ വധിച്ചതും ആ യാത്രയിലായിരുന്നു. പിന്നെ ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ ഒരാശ്രമം കെട്ടി. ഇവിടെ കഴിഞ്ഞു വരവേ രാവണ സഹോദരിയായ ശൂർപ്പണക വിവാഹാഭ്യർത്ഥനയുമായി വന്നതും അവളുടെ നിരന്തരമായുള്ള അഭ്യർത്ഥനകളും ശല്യവും സഹിക്കാനാവാതെ ലക്ഷ്മണന് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അത് ചെയ്യേണ്ടി വന്നു. അവളുടെ പഞ്ചാംഗങ്ങളിൽ ചിലത് ഛേദിച്ചു. ഇതിൽ അരിശം പൂണ്ട അവൾ
ഖരൻ ഉൾപ്പെടെയുള്ള രാക്ഷസ വൃന്ദങ്ങളെ പഞ്ചവടിയിലേക്ക് അയച്ചു. ലക്ഷ്മണൻ അവരെ എല്ലാവരെയും വധിച്ചു. അന്ന് ആശ്രമ പ്രാന്തത്തിലെത്തിയ പുള്ളിമൃഗത്തെ സീതയുടെ നിർദ്ദേശപ്രകാരം പിന്തുടർന്നു. ജീവനോടെ പിടിക്കാൻ കഴിയാതായപ്പോൾ ഞാൻ ശരമേതു. അത് മാരീചൻ എന്ന അസുരനായിരുന്നു. അവന്റെ ദീനമായ രോദനത്താൽ പേടിച്ച സീത ലക്ഷ്മണനെ എന്റെ രക്ഷയ്ക്കായി അയച്ചു. ആ സമയത്ത് രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പോയി. പിന്നെ ദുസ്സഹമായ നാളുകൾ. കാടായ കാട് മുഴുവനും സീതയെ അന്വേഷിച്ച് നടന്നു. ആ യാത്രയിൽ കബന്ധനെ വധിച്ചു. ശബരിക്ക് മോക്ഷം നൽകി. പിന്നെ സീതയെ വീണ്ടെടുക്കുന്നതിനായി സുഗ്രീവനുമായി സഖ്യം ചേർന്ന് വാനര പടയാളികളുമായി ലങ്കയിലേക്ക് പോയി. അവിടെ വെച്ച് രാവണനുമായി യുദ്ധം നടന്നു. ഈശ്വര കൃപയാൽ രാവണനെ വധിച്ചു. വിഭീഷണനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. ശേഷം പത്നി സീത ചിത കൂട്ടി അതിൽ പരിത്യാഗം ചെയ്ത് പരിശുദ്ധയാണെന്ന് തെളിയിച്ചു. അങ്ങനെ സീതയുമായി അയോധ്യയിലേക്ക് പോയി രാജ്യഭരണം ഏറ്റെടുത്തു. പ്രജാഹിതം അറിയുന്നതിനു വേണ്ടി ചാരന്മാർ വേഷപ്രച്ഛന്നനായി രാജ്യം മുഴുവനും നടന്നു. അവരുടെ അന്വേഷണത്തിൽ സീതയുടെ ചാരിത്രശുദ്ധിയെക്കുറിച്ചായിരുന്നു അഭിപ്രായം. ഇതു കേട്ട ഞാൻ പ്രജാഹിതത്തിനു വേണ്ടി 7 മാസം ഗർഭിണിയായിരുന്ന സീതയെ കൊടും കാനനത്തിൽ ഉപേക്ഷിച്ചു. നാളുകൾ ഏറെ കഴിഞ്ഞു. ദിഗ്വിജയത്തിനായി അശ്വമേധ യാഗം നടത്തി. ആ അശ്വത്തെ ലവകുശന്മാർ തടഞ്ഞു. പിന്നെ അവരുമായി യുദ്ധം നടന്നു. ലക്ഷ്മണനും സൈന്യവും പരാജയപ്പെട്ടു. ഇതന്വേഷിച്ച് ഞാൻ വനാന്തരത്തിലേക്ക് പോയി. അവിടെ വെച്ച് ലവകുശന്മാരെ കണ്ടു. അവരുമായി വാൽമീകി ആശ്രമത്തിലെത്തി. അപ്പോൾ പത്നി സീതയെ കണ്ടു. ഞാൻ സീതയെ അയോധ്യയിലേക്ക് ക്ഷണിച്ചു. പെട്ടെന്ന് സീതാമാതാവായ ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു. സീതയുമായി ഭൂമിയുടെ അഗാധ പിളപ്പിലേക്ക് താഴ്ന്നുപോയി. വാൽമീകി മഹർഷിയുടെ അനുഗ്രഹത്താൽ ലവകുശന്മാരുമായി അയോധ്യയിലേക്ക് പോയി രാജ്യഭരണം ഐശ്വര്യപൂർണം ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കെ ശൈലൂഷ ഗന്ധർവന്മാരുടെ ശല്യം അമർച്ച ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ സമുദ്രതീരത്തേക്ക് യാത്രയായ നാൾ ഒരു ദിവ്യർഷി എന്നെ കാണുവാൻ വന്നു. അത് യമദേവനായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്തോ എന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യവസ്ഥ. ഞങ്ങൾ സംസാരിക്കുന്നതിനിടെ ആരും അറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കരുതെന്ന്. ലക്ഷ്മണനെ അറയ്ക്ക് കാവൽ നിർത്തി സംഭാഷണം ആരംഭിച്ചു. അപ്പോൾ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി വന്നു. അദ്ദേഹത്തിന് എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ലക്ഷ്മണനുമായി ശണ്ട കൂടുകയായിരുന്നു. അവസാനം ലക്ഷ്മണനെ ശപിക്കുമെന്നായപ്പോൾ ലക്ഷ്മണൻ അറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. വ്യവസ്ഥ ലംഘിച്ചു. അതിനാൽ ഞാൻ ലക്ഷ്മണനെ അയോധ്യയിൽ നിന്നും പുറത്താക്കി. പിന്നെ ലക്ഷ്മണൻ സരയൂ നദിയുടെ അഗാധ പിളപ്പിലേക്ക് മറഞ്ഞുവെന്ന് വിവരം കേട്ടു. സീതാവിരഹവും
ലക്ഷ്മണ വിരഹവും എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അങ്ങനെ രാജ്യഭരണം ഉപേക്ഷിച്ചു സരയൂ നദിയുടെ അഗാധ പിളപ്പിലേക്ക് ഇറങ്ങി. ശ്രേഷ്ഠ ഭാരത ഞാൻ ദൃഷ്ടദ്യുമ്നൻ, മഹാഭാരതത്തിലെ പാഞ്ചാലദേശ രാജാവായ ദ്രുപദന്റെ പുത്രനും പഞ്ചപാണ്ഡവന്മാരുടെ പത്നി ദ്രൗപദിയുടെ സഹോദരനുമായ ദൃഷ്ടദ്യുമ്നൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തിൻ്റെ സൈന്യാധിപനായിരുന്നു ഞാൻ. അഗ്നിയിൽ നിന്നും ജനിച്ചവനാണെങ്കിൽ പോലും എൻ്റെ അച്ഛൻ്റെ പാതിരാജ്യം കൈക്കലാക്കിയ ദ്രോണാചാര്യരെ മഹാഭാരത യുദ്ധത്തിൽ ഞാൻ വധിക്കുകയുണ്ടായി. അതേസമയം തന്നെ ദ്രുപദനെ പിതാവായും ദ്രൗപദിയെ സ്വന്തം സഹോദരിയായി കാണുകയും ചെയ്തു. ദൃഷ്ടദ്യുമ്നൻ അല്ലേ? പറയുമ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് പറയണത്, തെറ്റരുതേ തെറ്റരുതേ എന്ന്. പിന്നെ നമുക്ക് നമ്മുടെ യഥാർത്ഥ മത്സരം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇവര് ചോദ്യങ്ങൾ ചോദിക്കും. 5 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിനൊക്കെ ശരി ഉത്തരം പറയാൻ സാധിക്കട്ടെ. അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രീ സരസ്വതി വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ ഊരൂട്ടമ്പലം, ചോദിച്ചോളൂ. പ്രാരംഭ ദിവസം ദൃഷ്ടദ്യുമ്നൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? അറിയില്ല. രണ്ടാമത്തെ ചോദ്യം, ദൃഷ്ടദ്യുമ്നനെ വധിച്ചത് ആര്, എങ്ങനെ? അശ്വത്ഥാമാവ്. യുദ്ധം കഴിഞ്ഞ് രാത്രി അന്ധകാരത്തിൽ വന്നിട്ട് അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ കൊന്നു. ശരിയാണോ സർ? ശരിയാണ്. ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, മരണാനന്തരം ദൃഷ്ടദ്യുമ്നന്റെ ആത്മാവ് ഏതിലാണ് ലയിച്ചത്? അറിയില്ല. അറിയില്ല. നാലാമത്തെ ചോദ്യം, ദൃഷ്ടദ്യുമ്നന്റെ സഹോദരി ആര്? ദ്രൗപദി. ശരിയാണോ സർ? ശരി ഉത്തരാണ്. അഞ്ചാമത്തെ ചോദ്യം, യജ്ഞാഗ്നിയിൽ നിന്നും പുറത്തു വന്ന ദൃഷ്ടദ്യുമ്നന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു? ശിരസിൽ കിരീടവും ശരീരത്തിൽ കവചവും കൈകളിൽ വാളും അമ്പും വില്ലുമായിരുന്നു. ശരിയാണോ സർ? ശരിയാണ്. സംസാരകാരിണിയായ വിദ്യയും സംസാരനാശിനിയായ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്ന തിന്നുമറിയുക നീ. ആശയം വിശദീകരിച്ചോളൂ. ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിൽ ശ്രീരാമൻ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ അതിക്രോധിതനാവുകയും തൻ്റെ പിതാവിനെ പോലും കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം ഇത്തരം വാക്കുകൾ പറഞ്ഞു. ഇത് വളരെ വലിയൊരു തത്വമാണ്. ഇത് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുമാണ്. സംസാരകാരിണി, അതായത് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അതായത് ലൗകിക ജീവിതം. സംസാരകാരിണിയായത് അവിദ്യയാണ്. നമ്മുടെ മനസ്സിലുള്ള ആ വിദ്യയാണ് അവിദ്യ. അതാണ് സംസാരകാരിണിയാകുന്നത്. എന്നാൽ ഈ ജീവിതം നശ്വരമാണ്, അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതം കൊണ്ട് കാരണമില്ല എന്നത് വിദ്യയുമാണ്. അതുകൊണ്ട് തന്നെ നാം മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസം അഭ്യസിക്കണം. അതും എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണെന്ന് വിചാരിച്ചാൽ ഏകാന്തമായ ഛേദസ്സോടുകൂടി ആത്മവിദ്യ അഭ്യസിക്കണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ലൗകികമായ ജീവിതങ്ങളിൽ അകപ്പെടാതെ നാം ഏകാന്തമായ ഛേദസ്സോടുകൂടി ആത്മവിദ്യ അഭ്യസിച്ച് മുന്നേറണം.
മാത്രവുമല്ല നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഷഡ്വൈരികളുണ്ട്. അതായത് കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം എന്നിവയെല്ലാം വെടിയണം എന്നാണ് ഈ വരികളിൽ പറയുന്നത്. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗദാഗദം മാനസേ ചിന്തിക്കിലത്രയുമല്ലെടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം, സുഖമധ്യ സംസ്ഥമായും വരും. ഈ വാൽമീകി രാമായണത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സാധാരണക്കാർക്കു വേണ്ടി അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചു. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണിത്. വനവാസത്തിന് പോകുന്നതിന്റെ ഇടയ്ക്ക് ശ്രീരാമാദികൾ ഗുഹനെ കണ്ടുമുട്ടുന്നു. ലക്ഷ്മണനും ഗുഹനും തമ്മിലുള്ള സംഭാഷണമാണ് സന്ദർഭം. സംഭാഷണ മധ്യേ ലക്ഷ്മണൻ ഗുഹനോട് സുഖദുഃഖ സമ്മിശ്രിതമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. സുഖദുഃഖങ്ങൾ സ്ഥായിയല്ല. സുഖം വന്നാൽ ദുഃഖവും വരും, ദുഃഖം വന്നാൽ സുഖവും വരും. സുഖദുഃഖങ്ങൾ ദിനരാത്രം പോലെയാണ്. അത്യാഹ്ലാദത്തോടെയായിരുന്നു അയോധ്യാവാസികൾ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിനെ കാത്തിരുന്നത്. എന്നാൽ അത് മുടങ്ങുകയും ശ്രീരാമസ്വാമി വനവാസത്തിന് പോകുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങൾ നാം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും കടന്നു പോകുന്നുണ്ട്. എല്ലാ വർഷവും പോലെ കേരളീയർ അത്യാഹ്ലാദത്തോടെയായിരുന്നു ഓണത്തിനെ വരവേറാൻ കാത്തിരുന്നത്. എന്നാൽ നമ്മളെ വരവേറിയത് ആ ഒരു മഹാദുരന്തമായിരുന്നു, ആ മഹാപ്രളയം. ഇതിലും വലിയൊരു ഉത്തമ ഉദാഹരണം ഇതിന് എനിക്ക് തരാൻ കഴിയുന്നില്ല. സുഖം വന്നാൽ അതിനമിതമായി സന്തോഷിക്കാതെയും അതേപോലെ തന്നെ ദുഃഖം വന്നാൽ അതിനെ ആണ്ടുപോവാതെയും രണ്ടും സന്തുലിതമായി നമ്മൾ കൈകാര്യം ചെയ്യണം. എന്നാൽ നമ്മൾക്ക് മോക്ഷം സുനിശ്ചിതമാണ്. നന്ദി. പ്രണാമം രാജാവേ. പ്രണാമം മഹാമന്ത്രേ. രാമൻ രാജകുമാരൻ മാത്രമാണ്, യുവരാജാവ് ആയിട്ടില്ലല്ലോ. 6 നാഴികക്കപ്പുറം ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഈ കൊട്ടാരവും രാജ്യവും കുമാരനെ യുവരാജാവായി എന്നേ സ്വീകരിച്ചു കഴിഞ്ഞു. 6 നാഴിക എന്നത് ഒരു ചെറിയ സമയമേ അല്ല. അതിനിടയിൽ എന്തു വേണേലും സംഭവിക്കാമല്ലോ. വിധി പോലെ എല്ലാം നടക്കും. ഞാനിപ്പോ വന്നത് മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണ്. അദ്ദേഹം കൈകേയി മഹാറാണിയുടെ അന്തപുരത്തിൽ കുമാരനെ കാത്തിരിക്കുന്നു. ഞാനിതാ വരുന്നു. ദേവി, ഞാൻ അച്ഛനെ കണ്ട് വണങ്ങി വരാം. അയോധ്യാധിപൻ ദശരഥ മഹാരാജാവ് വിജയിക്കട്ടെ. അച്ഛാ, അനുഗ്രഹിച്ചാലും. അമ്മേ, അച്ഛനാകെ ദുഃഖിതനാണല്ലോ. എന്താണ് കാരണം? അമ്മയ്ക്ക് അറിയാമെങ്കിൽ പറയൂ. അതെ, നിന്നെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ പ്രിയപുത്രനായ നിന്നോടത് പറയാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അമ്മേ, അച്ഛനെന്തിനു പ്രയാസപ്പെടണം? അദ്ദേഹത്തിന് വേണ്ടി ജീവൻ വെടിയാൻ പോലും ഞാൻ സന്നദ്ധനാണ്. പിന്നെ എന്തിനാണ് ഈ വിചാരം?
അത് പറയില്ല. എന്നാൽ ഞാൻ പറയാം. പണ്ടൊരിക്കൽ അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ തന്നു. എന്നാൽ അതോർത്ത് അദ്ദേഹം ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. വരം തരാൻ അദ്ദേഹം മടിക്കുന്നു. നിനക്ക് വേണ്ടി സത്യലംഘനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. അച്ഛന്റെ ആ വാഗ്ദാനം നീ പാലിക്കുമെങ്കിൽ നിന്നോട് അതിനെ കുറിച്ച് പറയാം. 1, ഭരതകുമാരനെ അയോധ്യയുടെ രാജാവാക്കുക. 2, ഒട്ടും തന്നെ വൈകാതെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് വനവാസത്തിന് പോവുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പറയാനാകാതെയാണ് രാജാവ് കണ്ണിൽ വെള്ളം നിറച്ച് ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്. അധർമ്മ സമുദ്രത്തിൽ വീണുപോവാതെ അച്ഛന്റെ സത്യം പാലിച്ച് അച്ഛന് കരകയറ്റുകുമാരാ. ഇതൊരു ചെറിയ കാര്യമല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാണ് ഇതിൽ ഇത്ര കണ്ട് വ്യസനിക്കുന്നത്? രാമാ, അച്ഛാ, വ്യസനിക്കാതെ ഭരതനെ മടക്കിക്കൊണ്ടുവരാൻ കേകയത്തേക്ക് ദൂതന്മാർ പോകട്ടെ. അച്ഛാ, രാമാ, അച്ഛാ, രാമാ, നീയാണ് ഉത്തമപുത്രൻ. ഇനി നീ അയോധ്യയിൽ വസിക്കുന്നത് ഉചിതമല്ല. എത്രയും വേഗം വനയാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുക. രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. ഓം അമൃതേശ്വരേ നമഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 8ാം അധ്യായമായ അക്ഷരബ്രഹ്മയോഗത്തിലെ 3ാം ശ്ലോകം. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സഞ്ജിതഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം ഭഗവാൻ അർജുനനോട് പറയുന്നു, ഉത്തമമായതും നശിക്കാത്തതും സകല ജഗത്തിനും മൂലകാരണമായതുമായിരിക്കുന്ന വസ്തു ബ്രഹ്മമാകുന്നു. ബ്രഹ്മം ഒരു ശരീരത്തിൽ പ്രകടമാകുന്ന സ്വഭാവഭാവത്തെ അധ്യാത്മം എന്നു പറയുന്നു. ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്കും അഭിവൃദ്ധിക്കും കാരണമായ ദേവതോദ്ദേശത്തോടെ ചെയ്യുന്ന യജ്ഞങ്ങളെ കർമ്മമെന്നും പറയുന്നു. വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ അക്ഷരബ്രഹ്മയോഗത്തിലെ ശ്ലോകങ്ങളാണിവ. ഇതുവരെയുള്ള ഗീതാ അധ്യായങ്ങൾ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ അധ്യായത്തിൽ എങ്ങനെ മരിക്കേണ്ടത് എന്നതാണ് ഭഗവാൻ വിശദീകരിക്കുന്നത്. അന്ത്യകർമ്മവേളയിൽ ചൊല്ലുന്ന മരണപർവമാണ് അക്ഷരബ്രഹ്മയോഗം. മരണാസന്നനായ ഒരു വ്യക്തി ഇത് കേൾക്കുന്നത് പുണ്യമായി കരുതുന്നു. അർജുനൻ ഭഗവാനോട് ബ്രഹ്മം, കർമ്മം, അധ്യാത്മം, അതിഭൂതം ഇവ എന്താണ്, മരണസമയത്ത് ഭഗവാന്റെ സ്മരണയുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നീ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതിനുത്തരമാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന സർവത്തിലും കുടികൊള്ളുന്നതാണ് ബ്രഹ്മം. സൂര്യനും അഗ്നിയും
ബ്രഹ്മത്തിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നു. പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയൊക്കെ ബ്രഹ്മത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ പ്രകടമാകുന്ന ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് അധ്യാത്മം. എപ്രകാരം ആകാശം ഏകമായി നിലനിൽക്കുന്നുവോ അപ്രകാരം ബ്രഹ്മവും ഏകമാണ്. ആകാശം കുടികൊള്ളുന്ന രൂപങ്ങളിൽ വ്യത്യസ്തമായി തോന്നുന്നു. ഉദാഹരണത്തിന്, ആകാശവും കുടത്തിനുള്ളിലുള്ള ആകാശവും തമ്മിൽ വാസ്തവത്തിൽ വ്യത്യാസമില്ല. അതുപോലെ ബ്രഹ്മവും ശരീരത്തിൽ പ്രകടമാകുന്ന അധ്യാത്മവും തമ്മിൽ വ്യത്യസ്തമല്ല. ബ്രഹ്മം ശുദ്ധ ജ്ഞാനസ്വരൂപമാണ്. പ്രപഞ്ചവും ജീവാത്മാക്കളും പരബ്രഹ്മ വസ്തുവിൽ നിന്നും ഭിന്നരല്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചലനങ്ങളും കർമ്മമാണ്. കർമ്മമില്ലാതെ പ്രപഞ്ചമില്ല. ദേവതായജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളായി കർമ്മങ്ങളെ കണക്കാക്കുന്നു. വേദങ്ങളിൽ പരാമർശിക്കുന്നു യജ്ഞം വഴിയാണ് സൃഷ്ടിയുണ്ടായത് എന്ന്. വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്നും ജലം, ജലത്തിൽ നിന്നും ജീവന്റെ ഉൽപ്പത്തി. അഗ്നി കർമ്മത്തിന്റെ അടയാളമാണ്. യജ്ഞാവസാനം വരെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലകളെ പോലെ ഒരുവൻ ജീവിതാവസാനം വരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈശ്വര ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അഹന്തയുടെ സ്ഫുരണം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും സ്വയം കർമ്മം ചെയ്യുന്നു എന്ന് തോന്നുന്നു. ആത്മാവിനെ അറിയാതെ പോകുന്നു. ഇവിടെ അമ്പുറ്റമ്മ പറയാറുള്ള ഒരു കഥ ഓർത്തുപോകുന്നു. ഒരു രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ 4ാമത്തെ ഭാര്യയാണ് രാജാവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. ആ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാൻ രാജാവ് ശ്രമിക്കുമായിരുന്നു. പെട്ടെന്നൊരിക്കൽ രാജാവിന് മരണഭയമുണ്ടായി. രാജാവ് തൻ്റെ 4ാമത്തെ ഭാര്യയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ എന്ന്. രാജാവ് അവരെ അഭിമാനത്തോട് കൊണ്ടു നടന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ആ ഭാര്യയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: എനിക്ക് അങ്ങയോടൊപ്പം വരാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, അങ്ങയുടെ മരണശേഷം ഞാൻ വേറൊരാളെ വിവാഹം ചെയ്യുമെന്ന്. പിന്നെ രാജാവ് തൻ്റെ 2ാമത്തെ ഭാര്യയെ വിളിച്ചു. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ ഭാര്യയാണ് വിളിക്കാറുള്ളത്. 2ാമത്തെ ഭാര്യ പറഞ്ഞു, എനിക്ക് അങ്ങയോടൊപ്പം വരാൻ പറ്റില്ല, പക്ഷേ അങ്ങയുടെ ചിത ഒരുക്കി അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന്. ഒടുവിൽ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത തൻ്റെ ആദ്യ ഭാര്യയെ വിളിച്ചു ചോദിച്ചു, ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ എന്ന്. ആദ്യ ഭാര്യ പറഞ്ഞു, ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന്. ഈ കഥയിലെ 4ാമത്തെ ഭാര്യ നാം എപ്പോഴും പരിപാലിക്കുന്ന നമ്മുടെ ശരീരമാണ്. 3ാമത്തെ ഭാര്യ നമ്മുടെ അധികാരം, അഭിമാനം ഇവയൊക്കെയാണ്. മരണശേഷം അവ നമ്മെ വിട്ടുപോകും എന്ന് മാത്രമല്ല, മറ്റൊരാളിൽ വന്നു ചേരുകയും ചെയ്യുന്നു. 2ാമത്തെ ഭാര്യ ബന്ധുമിത്രാദികളാണ്. അവർ ശ്മശാനം വരെ കൂടെ ഉണ്ടാകുകയുള്ളൂ. ഒടുവിൽ വരാമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. നാം ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത നമ്മുടെ ഉള്ളിലെ ആത്മാവ് മാത്രമാണ് നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടാകുക. ആ ആത്മാവിനെ അറിയാൻ ശ്രമിക്കലാണ് ജീവിതം. ജീവിതയജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളായ കർമ്മങ്ങളിലൂടെ ആത്മാവിനെ അറിയുക, മോക്ഷം നേടുക. സർവ ഉപനിഷത്തുകളുടെയും നിശ്ചിതമായ തത്വം ഇതുതന്നെയാണ്. ഇതിനെല്ലാം പ്രമാണം വേദമാകുന്നു. ഈ തത്വം മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ചിന്തയും കർമ്മവും ഈശ്വരനിൽ അർപ്പിക്കപ്പെട്ടതായിരിക്കും. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം അമൃതേശ്വരിയൈ നമഃ.